കേരള കോൺഗ്രസ് പിളർപ്പിലേക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. റോഷി വിഭാഗം കേരള കോൺഗ്രസ് കൃത്യമായും മറ്റൊരു സെഗ്മെന്റായി മാറും എന്നുള്ളതും നേര് തന്നെയായി മാറുകയാണ്. അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കും എന്നുള്ളതിലും യാതൊരു തർക്കവുമില്ല. ജോസ് കെ മാണിയുടെ കൂടെ അണികൾ ആര് കാണും എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന കാര്യം. റോഷിയുടെ കൂടെ തന്നെയായിരിക്കും ഒട്ടുമിക്ക നേതാക്കളും എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ മാണി കോൺഗ്രസിനെ റോഷി അഗസ്റ്റിൻ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. റോഷി അഗസ്റ്റിൻ പ്രത്യേകമായി സെഗ്മെന്റായി രൂപീകരിച്ചാൽ അതിന് എല്ലാ രീതിയിലുള്ള ധാർമ്മിക പിന്തുണയും തങ്ങൾ നൽകും എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വർക്കിംഗ് പ്രസിഡന്റായ മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. മോൻസ് ജോസഫ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് റോഷി അഗസ്റ്റിൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിരവധി പേരായിരിക്കും സന്തോഷിക്കുന്നത്. കാരണം കെ എം മാണിക്ക് ജോസ് കെ മാണിയല്ല പിൻഗാമി എന്നുള്ളത് എല്ലാവരും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കെ എം മാണിയുടെ സ്വന്തം തട്ടകമായ പാലായിൽ പോലും ജനങ്ങൾ തിരസ്കരിച്ച നേതാവായ ജോസ് കെ മാണിക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്നും മോൻസ് ജോസഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി റോഷി അഗസ്റ്റിനും മോൻസ് ജോസഫും തമ്മിലുള്ള അടുപ്പം കൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ വ്യക്തമാകുന്നത്. രാഷ്ട്രീയപരമായി അവർ രണ്ട് തട്ടിലാണെങ്കിലും രണ്ട് മുന്നണിയിലാണെങ്കിലും വളരെ വൈകാതെ തന്നെ റോഷി പിളർത്തിക്കൊണ്ട് UDF എത്തും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോഷി വിഭാഗത്തിന് മധ്യ തിരുവിതാംകൂറിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം ലയിക്കുമോ എന്ന ചോദ്യത്തിന് അത് കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാണ് മോൻസ് ജോസഫും അഭിപ്രായം പറയുന്നത്. ഇതോടുകൂടി കേരള കോൺഗ്രസ് റോഷി വിഭാഗം ശക്തമാവുകയും കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്നത് ദുർബലമാവുകയും ചെയ്യും. ഔദ്യോഗിക ചിഹ്നവും ഔദ്യോഗികമായി എല്ലാം ലഭിക്കുവാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം റോഷി അഗസ്റ്റിൻ നടത്തും എന്നുള്ളതിനും യാതൊരു തർക്കവുമില്ല. ജോസ് കെ മാണിക്ക് ആ രീതിയിലും നഷ്ടങ്ങൾ നിരവധിയായി സംഭവിക്കും എന്നുള്ളതിനും സംശയമില്ല. കെ എം മാണിക്ക് രാഷ്ട്രീയപരമായി വലിയ ഗ്രിപ്പുണ്ടായിരുന്ന മേഖലകളിലെല്ലാം സ്വന്തം മകൻ എന്ന രീതിയിലേക്ക് ജോസ് കെ മാണി മത്സരിച്ചപ്പോൾ തകരുകയാണ് ചെയ്തത്. ഇനി കോട്ടയത്ത് രക്ഷയില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 2 തവണ ജോസ് കെ മാണി വിജയിച്ചത് കെ എം മാണി ജീവിച്ചിരുന്നപ്പോൾ മാത്രമാണ്. എന്നാൽ ഇനി അവിടെ കാലുകുത്തിയാൽ വിജയിക്കാൻ കഴിയില്ല. പാർലമെന്റിൽ ആകെ രാജ്യസഭയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി എത്തിയിരിക്കുന്നത്. എന്നാൽ അതും വളരെ വൈകാതെ തന്നെ റദ്ദാക്കപ്പെടും. നിയമസഭാ പോരാട്ടത്തിന് ഇനി ഏത് മണ്ഡലം തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ചങ്ങനാശ്ശേരിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമോ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ ചങ്ങനാശ്ശേരി MLA ആയിട്ടുള്ള ജോബ് മൈക്കിളോ അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി MLA ആയിട്ടുള്ള N ജയരാജോ ഒരിക്കലും ജോസ് മോന് വഴിയൊരുക്കുകയില്ല. അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത മണ്ഡലങ്ങൾ അവർ തന്നെ നിലനിർത്താനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയും ജോസ് കെ മാണിയുടെ അവസ്ഥ പരിതാപകരമാവുകയും ചെയ്യും.